ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ബെല്ലാണ്. രണ്ട് കളറായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും വലുതായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ വലുതായിട്ട് തന്നെ ചെയ്യുന്നതാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ബോ വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് ബോയുടെ വീഡിയോ ഇടാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി, ബോയുടെ വീഡിയോ കിട്ടും. ന്യൂ വീഡിയോ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റ് യാണാണ് ബെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ടുള്ള യാണാണ് എടുത്തിരിക്കുന്നത്. ബെല്ല് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3.5-ന്റെ നീഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് 18 DC ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 3 ചെയിൻ ചെയ്യുവാണ്. അത് നമുക്ക് 1 DC ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 3 ചെയിൻ 1 DC ആയി. ഇനി ബാക്കി 17 DC എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് ഹുക്ക് കൊണ്ടുപോയിട്ട് നീഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി പുറത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ 3 സ്റ്റിച്ചാണ് അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നത്. 3 യാണുണ്ടാവും, ഞാണ്ട് ചുറ്റുണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് ഈ 2 യാൺ നമ്മളിങ്ങനെ ഈ ഹുക്കിനകത്തൂടെ വലിച്ചെടുക്കുന്നു. വീണ്ടും 2 യാൺ ഉണ്ടാവും, അത് ഒന്നുകൂടെ വലിച്ചിട്ട് അതിലേക്ക് എടുക്കുന്നു. ഇതാണ് നമ്മൾ DC ചെയ്യുന്നത്. അപ്പം അത് ഇപ്പം നമുക്ക് ടോട്ടൽ ഈ ചെയിനും കൂടെ കൂട്ടിയിട്ട് 3 എണ്ണമായി. ടോട്ടൽ 18 എണ്ണമാണ് വേണ്ടത്. 18 DC ആണ് വേണ്ടത്. 3 എണ്ണം കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്ത് തീർത്തിട്ട് വരാം. ഇപ്പോൾ 18 DC, 3 ചെയിനും 17 DCയും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ബെല്ല് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അപ്പം ഈവൻ നമ്പർ ആയിരിക്കണം. 10, 12, 14 അങ്ങനെ ഈവൻ നമ്പർ കൊടുത്താൽ മതി. അപ്പം നമുക്ക് ചെറിയ ബെല്ല് ഉണ്ടാക്കാം. അപ്പം നമുക്കിപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, ജോയിൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ടാണ്. അടുത്ത റൗണ്ട് ചെയ്യേണ്ടത് 1 DC, 1 ചെയിൻ ഉള്ളൊരു ക്രമത്തിലാണ്. അപ്പം ഈ 1 DCക്ക് പകരം ആദ്യം നമ്മൾ 3 ചെയിൻ കൊടുക്കുകയാണ്. 1 ചെയിൻ ഉള്ളതിന് പകരം 1 ചെയിൻ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ DCയും ചെയിനും കഴിഞ്ഞു. അപ്പം അടുത്ത സ്റ്റിച്ചിനകത്ത് നമ്മൾ 1 DC, 1 ചെയിൻ. DC ചെയ്യുന്നത് നമ്മളിങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഈ ചെയിനകത്ത് സ്റ്റിച്ചിനകത്ത് ഇങ്ങനെ കുത്തി ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ 3 സ്റ്റിച്ച് ഉണ്ടാവും. അതിലേക്ക് 2 സ്റ്റിച്ചിലെടുത്തു, 2 സ്റ്റിച്ചിലെടുത്തു. അപ്പോൾ ഇതാണ് DC, 1 ചെയിൻ കൊടുത്തു. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. 1 DC ചെയ്യുക, 1 ചെയിൻ ചെയ്യുക, 1 DC ചെയ്യുക, 1 ചെയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് തീർത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, 1 DC ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ 3 സ്റ്റിച്ചിനകത്ത് ഏറ്റവും മുകളിലത്തെ സ്റ്റിച്ചിനകത്തോട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അടുത്തത് 3 ചെയിൻ കൊടുക്കുക. ഇത് 1 DCക്ക് പകരമാണ് എപ്പോഴും ഈ ചെയിൻ വരുന്നത്, അല്ല അടുത്ത സ്റ്റിച്ചിന് പകരം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതും DC തന്നെയാണ്. ഇത് ഫുള്ള് ചെയ്യേണ്ടത്. അതൊരു ഇൻക്രീസ് ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നു കഴിഞ്ഞാൽ 1 DC, ഇപ്പോൾ ഒരു സ്റ്റിച്ചിൻ്റെ മേളിലാണ് 1 DC വന്നിരിക്കുന്നത്. അടുത്തത് ഈ സ്പേസിനകത്ത് 1 DC. അടുത്തത് ഈ സ്റ്റിച്ചിൻ്റെ മേളിലുള്ള ചെയിനകത്ത് നമ്മൾ 1 DC കൊടുക്കുക. അടുത്തത് ഈ സ്പേസിനകത്ത് ഇടണം. പിന്നെ ഈ വരുന്ന ഇതിൻ്റെ മുകളിലുള്ള ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഇത് ഈ ബെല്ലിൻ്റെ മുകൾ ഭാഗം അന്നേരം ഒന്ന് വിടർന്ന് വരും, ഒരു ഇൻക്രീസ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്പേസിൽ കൊടുക്കുക. അത് കഴിയുമ്പം ഈ സ്റ്റിച്ചിൻ്റെ മേളിൽ കൊടുക്കുക. ഇങ്ങനെ നമുക്കിത് ചുറ്റും ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് 3 ചെയിൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് 1 DC, അതിനുശേഷം ചെയിൻ 2. ഇനി നമ്മൾക്ക് ഇത് സ്കിപ്പ് ചെയ്യുകയാണ്. ഈ എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്താണ് ചെയ്യുന്നത്. 1 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ 2 ചെയിൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്പേസ് വരും. അപ്പോൾ അടുത്ത ഇത് സ്കിപ്പ് ചെയ്തു. അടുത്ത സ്റ്റിച്ചിനകത്ത് നമ്മൾ 1 DC, 2 ചെയിൻ, സ്കിപ്പ് 1 DC, 1 DC, 2 ചെയിൻ. ഇങ്ങനെ നമുക്ക് ഫുള്ള് ചെയ്ത് വരണം. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ചെയിനിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ചെയിനിൽ നമുക്കിത് ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത റൗണ്ടിൽ നമുക്ക് 3 ചെയിൻ കൊടുക്കും. ഈ ചെയിൻ കൊടുത്ത ഈ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1, 2, 3.
അതിനുശേഷം ഈ അടുത്ത സ്റ്റിച്ചിനകത്തോട്ട് നമുക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ചെയിൻ കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ആ ഒരു നമ്മൾ എവിടെയാണോ 3 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തത് ആ അതേ സ്റ്റിച്ചിനകത്തോട്ട് നമുക്ക് 3 DC ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പെറ്റൽ പോലെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പെറ്റലിനെ സെക്യൂർ ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ചിനകത്ത് നമുക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ പെറ്റലായിട്ട് കിട്ടും. 3 ചെയിൻ ചെയ്യുക. ആ 3 ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിനകത്തോട്ട് നമുക്ക് 3 DC ചെയ്യാം. അപ്പോൾ ഒരു പെറ്റൽ ഉണ്ടാവും. ആ പെറ്റൽ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ചിനകത്തോട്ട് ഇതുപോലെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ഈ റൗണ്ടിൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പം നമ്മളത് ചെയ്ത് തീർത്തിരിക്കുകയാണ്. ലാസ്റ്റത്തെയാണ്. നമുക്കിനി ഇതിനകത്തോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇനി ഈ ടോപ്പിലാണ് നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോപ്പിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തും നമ്മളിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ടോപ്പിലെ സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് 3 ചെയിൻ കൊടുക്കാം. ഇത് DC ആണ്, ഇവിടുത്തെ DC ആണ്. ശേഷം 2 ചെയിനും കൂടെ കൊടുത്തിട്ട് DC 2 ചെയിൻ DC അങ്ങനെയാണ് പോകേണ്ടത്. ഇവിടെ ഒരു DC 2 ചെയിൻ ഉണ്ട്, ഇവിടെ ഒരു DC 2 ചെയിൻ, ഇവിടെ DC അങ്ങനെയാണ് പോകേണ്ടത്. അപ്പം ആ 2 ചെയിന് പകരമാണ് നമ്മൾ ഇവിടെ 2 ചെയിൻ കൊടുത്തത്. അപ്പം അതിന് ശേഷം നമ്മൾ ഈ ടോപ്പിൽ വരുന്ന ഈ ഒരു സ്റ്റിച്ചിനകത്തോട്ട് DC ചെയ്യുന്നു. വീണ്ടും 2 ചെയിൻ കൊടുക്കുക. ഈ ടോപ്പിലെ ഈ ഒരു സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ DC കൊടുക്കുന്നു. 2 ചെയിൻ കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ DC കൊടുക്കുന്നു. അങ്ങനെ നമുക്കിത് ഫുള്ള് ചെയ്തു വരാം. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇത് താഴേക്ക് ഒരു ബെല്ലിൻ്റെ ഷേപ്പിൽ പയ്യെ താഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടോപ്പിൽ ഇതിൻ്റെ അകത്തും നമ്മൾ മാറി മാറി DC ചെയ്യണം. അപ്പം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ടോപ്പ് ചെയ്യേണ്ടത് 1 DC ആണ്. ഈ സ്പേസിനകത്ത് ചെയ്യേണ്ടത് 2 DC. ഈ ടോപ്പിൽ 1 DC, ഈ സ്പേസിൽ 2 DC. അങ്ങനെ നമുക്ക് ചെയ്തു പോകണം. അപ്പം നമുക്ക് ഇവിടുത്തെ DCക്ക് പകരം 3 ചെയിൻ കൊടുക്കാം. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഈ സ്പേസിനകത്ത് നമുക്ക് 2 DC കൊടുക്കാം. അപ്പം നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ മേളിൽ 1 DC, സ്പേസിനകത്ത് 2 DC. ഇങ്ങനെയാണ് നമ്മൾ പോണത്. 1 DC 2 DC 1 DC 2 DC. നമുക്ക് അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. അപ്പം അടുത്ത റൗണ്ട് വരുന്നത് 3 ചെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്യുന്നത് പോലെ തന്നെ ഈ സെയിം സ്റ്റിച്ചിനകത്ത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ 3 DC ചെയ്യുക. ആദ്യം 3 ചെയിൻ എടുക്കുക. പിന്നെ ആ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ 3 DC ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ജോയിൻ ചെയ്യണം. ഈ ഒരു പെറ്റൽ പോലെ വന്നിരിക്കുന്ന ജോയിൻ ചെയ്യാനാണ്. അത് ജോയിൻ ചെയ്യേണ്ടത് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിലാണ് നമുക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. മുന്നേ ഉണ്ടായിരുന്ന പെറ്റൽ പോലെ തന്നെയാണ്. പക്ഷെ ആ പെറ്റൽ നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത് ഇത് തന്നെ, ഈ ഒരു ഇത് തന്നെ. പിന്നെ എന്നിട്ടും നമ്മൾ 3 ചെയിൻ എടുക്കുവാണ്. അതിനുശേഷം ആ സെയിം സ്റ്റിച്ചിൽ ആ 3 ചെയിൻ എടുത്തത് സെയിം സ്റ്റിച്ചിൽ നമ്മൾ 3 DC ചെയ്യുവാണ്. ഇനി അത് 2 സ്റ്റിച്ച് വിട്ടിട്ട് 3ാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പെറ്റലായിട്ട് വരും. അപ്പോൾ നമുക്കിതിങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റിച്ചിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. 3 ചെയിൻ ചെയ്തു. നമുക്കിതിൻ്റെ മുകളിലൊരു DC ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം 4 ചെയിൻ കൊടുക്കുക. 4 ചെയിൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു DC. അപ്പം ഒരു DC 1 DC 4 ചെയിൻ 1 DC 4 ചെയിൻ 1 2 3 4. അതിനുശേഷം അടുത്തതിൻ്റെ മുകളിൽ
നമ്മളൊരു DC കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം മുകളിൽ നമ്മൾക്ക് ഓരോ DC കൊടുക്കുക. മിഡിൽ നമ്മൾ 4 ചെയിൻ ചെയ്യുക. DC ചെയിൻ DC ചെയിൻ അങ്ങനെ പോയി നമുക്കിത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്ത് വരാം. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു SC ചെയ്തുകൊണ്ട് ഈ സ്പേസിനകത്തേക്ക് വരാം. ഇനി ഈ സ്പേസിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് 3 ചെയിൻ 4 DC ആണ് ചെയ്യേണ്ടത്. 4 ഡബിൾ ക്രോഷേ. ഇപ്പോൾ ഈ 4 DCക്കകത്ത് ഒരു DC നമ്മൾ ഈ ചെയിനായിട്ട് തന്നെ എടുത്തു. ഇനി 3 DC 1 2 3 3 DC 2 ചെയിൻ വീണ്ടും 4 DC 3 DC ചെയ്തത് ഓൾറെഡി നമ്മൾ അതിനകത്തേക്ക് ഒരു 3 ചെയിൻ കൊടുത്തിട്ട് ഒരു DC ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 4 DC ചെയിൻ ടു 4 DC ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ഈ സ്പേസ് സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ അടുത്ത സ്പേസിനകത്ത് ഈ സ്പേസ് സ്കിപ്പ് ചെയ്തു. ഈ സ്പേസിൽ നമ്മൾ വീണ്ടും 4 DC 2 ചെയിൻ 4 DC ചെയ്യുകയാണ്. 1 2 3 4 DC 2 ചെയിൻ 2 3 4 DC 2 ചെയിൻ 4 DC ഒന്ന് സ്കിപ്പ് ചെയ്യുക. അടുത്തതിനകത്ത് 4 DC 2 ചെയിൻ 4 DC. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി കിട്ടും. ഇത്രയും വലുതാണല്ലോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് ഈ സ്കിപ്പ് ചെയ്യുന്നതിനകത്താണ് നമുക്കിതൊന്ന് ചെറുതായി കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതിനകത്ത് 4 DC 2 ചെയിൻ 4 DC. ഓക്കെ, ഇങ്ങനെ നമ്മളിത് ഫുള്ള് ചെയ്യണം. ചെയിൻ തീർന്നു, ചെയിൻ ആഡ് ചെയ്ത് ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒന്നത് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടോപ്പിലാണ്. അതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം ആണ്, റിപ്പീറ്റ് ചെയ്യേണ്ടത് 4 DC ചെയിൻ ടു 4 DC. അത് ഈ ഓരോ സ്പേസിലും ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് 4 DCക്കകത്തെ ആദ്യത്തെ DC 3 ചെയിനായിട്ട് എടുത്തു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ളത് 3 DC ആണ്. 1 2 3 DC. ഇനി ചെയിൻ ടു 4 DC. 4 DC ആണ് വേണ്ടത്. 1 2 3 4 ചെയിൻ ടു 4 DC. 1 2 3 4 DC ചെയിൻ ടു 4 DC. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഈ പെറ്റലിനകത്ത് മിഡിലിൽ നമ്മൾ മുമ്പേ ചെയിൻ ടു ചെയ്തിരുന്ന മിഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിം ആണ് ചെയ്യേണ്ടത്. 4 DC ചെയിൻ ടു 4 DC ചെയിൻ ടു 4 DC. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിലും ഈ സെയിം ചെയ്ത് നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ആ റൗണ്ട് ഫിനിഷ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ടോപ്പിലെത്തണം. മുന്നേ ചെയ്തിരുന്നത് പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് എത്താം. ആണ് ഈ ഹോളിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾക്ക് 4 DC 2 ചെയിൻ 4 DC ആണ് ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് 2 ചെയിൻ 5 DC ആണ്. 5 ഡബിൾ ക്രോഷേ 2 ചെയിൻ 5 ഡബിൾ ക്രോഷേ. ഇതാണ് നമുക്കിനി ചെയ്യേണ്ടത്. അപ്പം 5നകത്ത് ഒരു ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി 3 ചെയിൻ എടുത്തു. ഇനി 4 DC ആണ് നമുക്ക് ചെയ്യേണ്ടത്. 2 3 4. ഇപ്പം 5 ഡബിൾ ക്രോഷേ ആയി. 2 ചെയിൻ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 5 2 3 4 5. ഇപ്പോൾ 4നേക്കാളും കുറച്ച് വലുതായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്. 4ന് പകരം 5 ചെയ്യുക എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ.
5 DC, 2 chain, 5 DC, 4, 5, 2 chain, 1, 2, 3, 4, 5. ഓക്കെ, ഇനി നമുക്കൊന്ന് ചുറ്റും ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ആ ഒരു റോയും കഴിഞ്ഞു, ജോയിൻ ചെയ്യുവാണ്. മോളി വന്നു. ഇതിനകത്ത് മോളി വരുന്നതിനകത്ത് നമ്മൾ വേറൊരു വ്യത്യാസമുണ്ട്. ഈ മോളിൽ ഈ ചെയ്തിരിക്കുന്ന രണ്ടെണ്ണത്തിനകത്താണ് നമ്മൾക്ക് ജോയിൻ ചെയ്തിട്ട് മോളി കൊണ്ടിടേണ്ടത്. ഇനിയുള്ള 3 സ്റ്റിച്ചിൽ നമ്മൾക്ക് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്കിതിനകത്തൊരു വ്യത്യാസം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്തെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഈ വൈറ്റ് കളറിൽ നിന്ന് ഏറ്റവും ഡൗൺ എനിക്കൊന്ന് ഓറഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണേ. അപ്പം ഞാൻ ഈ ഓറഞ്ച് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് കളേഴ്സായിട്ട് ഇപ്പം അപ്പം ഞാനിവിടെ ഓറഞ്ച് കളർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ജോയിൻ ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ റെഡ്, ഗ്രീൻ, ഗോൾഡൻ, ഇങ്ങനെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഓറഞ്ച് കളറാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടുന്ന് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ തൊട്ട് മോളിൽ നിന്ന് 3 എണ്ണിയാൽ മതി. അല്ല താഴെ 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് 3 DC, ഇല്ലെങ്കിൽ മോളിൽ നിന്ന് 1, 2, 3 എണ്ണിയാൽ മതി. അപ്പോൾ തെറ്റി പോകത്തില്ല. എപ്പോഴും ഈ 3 എണ്ണം ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ തെറ്റി പോകാതെ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഇത് ജോയിൻ ചെയ്തത് കൊണ്ട് ആദ്യത്തെ DC 3 ചെയിനാണ് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് DC ചെയ്ത് തുടങ്ങുക. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഞാൻ DC ചെയ്തു. നമ്മൾ മോള് വരെ പോയിട്ട് ഇവിടെ നിന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ DC ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം 3 എണ്ണം ഓൾറെഡി സൈഡിൽ ചെയ്ത് കൊടുത്തു. ഇവിടെ 1, 2, 3 DC, 2 ചെയിൻ. പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തത് വീണ്ടും 3 DC. ഇനി ഈ വശത്ത് ചെയ്തതുപോലെ തന്നെ 1, 2, 3 സ്റ്റിച്ചിനകത്ത് നമുക്ക് ഓരോ DC ചെയ്ത് കൊടുക്കാം. 1, 2, 3. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം വന്നത് സൈഡിലുള്ള 3 സ്റ്റിച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പം 1, 2, 3 3 സ്റ്റിച്ചിനകത്ത് ഓരോ DC ചെയ്തു. നടുക്ക് 3 DC, 2 ചെയിൻ, 3 DC. വീണ്ടും ഓരോ സ്റ്റിച്ചിലും ഓരോ DC ആയിട്ട് 3 DC ഇവിടെയും ചെയ്തു. ഇനി നമ്മൾക്ക് ഇവിടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഈ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണുന്നതായിരിക്കും. 1, 2, 3 ഈ സ്റ്റിച്ച് തൊട്ട് നമുക്ക് DC ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും 3 സ്റ്റിച്ച് ചെയ്യുവാണ്. വീണ്ടും ഇവിടുന്ന് 1, 2, 3 എണ്ണിയിട്ട് തേർഡിനകത്ത്. അപ്പോൾ നടുക്ക് നമ്മൾ ചെയ്യുന്നില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് വരുന്നത് 3 DC ചെയ്തിട്ട് നടുക്ക് 3 DC, 2 ചെയിൻ, 3 DC വന്നിട്ട് താഴെ ഈ സൈഡിലും 3 DC കൊടുക്കുക. ഓരോ സ്റ്റിച്ചിലും 3 DC. അത് കഴിഞ്ഞിട്ട് ഈ നടുക്കുള്ള ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നേരെ അടുത്ത മോളിൽ നിന്ന് 3 എണ്ണം എണ്ണിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ 3ാമത്തെ സ്റ്റിച്ച് തൊട്ട് മുകളിലോട്ട് 3 DC ചെയ്യുക, നടക്കുക. അങ്ങനെ നമുക്കൊന്ന് ഫുള്ള് ചെയ്തിട്ട് വരാം. അപ്പം നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ ജോയിനിൽ ഞാനത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഇനി വരുന്ന റൗണ്ടും മുമ്പത്തെ പോലെ തന്നെ സെയിം ആണ്. 3 സ്റ്റിച്ച് തൊട്ട് മുകളിലേക്ക് ഓരോ സ്റ്റിച്ച് ഇടണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ താഴെ നിന്നുവാണെങ്കിൽ മുമ്പേ 4 സ്റ്റിച്ച് ഇവിടെ 2 സ്കിപ്പ് ചെയ്തതിന് പകരം ഇപ്പോൾ ഇവിടെ 3 ചെയിൻ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ 6 ചെയിൻ ഇവിടെ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ അതിൽ ഈസി നമുക്ക് മുകളിൽ നിന്ന് 3 എണ്ണം എണ്ണുന്നതാണ്. 1, 2, 3 3ാമത്തെ ചെയിൻ വരെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. 3ാമത്തെ സ്റ്റിച്ച് വരെ തെറ്റി പോകരുത്. 1, 2, 3. ഓക്കെ, ഇവിടെ തൊട്ട് നമുക്ക് DC ചെയ്ത് തുടങ്ങാം. 1, 2, 3. നടുക്ക് നമുക്ക് 3 DC, 2 ചെയിൻ, 3 DC സെയിം ആണ് ചെയ്യുന്നത്. നടുക്ക് നമ്മൾ സെയിം ആണ് ചെയ്യുന്നത്. 3 DC, 2 ചെയിൻ, 3 DC. സൈഡിലേക്ക് നമുക്ക് ആദ്യത്തെ 3 സ്റ്റിച്ചിൽ തന്നെ മുമ്പിലത്തെ പോലെ തന്നെ നമ്മൾ ഓരോ DC ചെയ്ത് കൊടുക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും വിടണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൗണ്ട് ചെയ്യുക 1 2 3. അപ്പോൾ നേരെ അതിലേക്ക് മൂന്നാമത്തെ മോളിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നേരെ വന്നിട്ട് 3 സ്റ്റിച്ചിലിങ്ങനെ ഓരോ DC വെച്ച് ചെയ്ത് കൊടുക്കുക. നടുക്ക് 3 DC 2 ചെയിൻ 3 DC ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചുറ്റും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫുള്ളിങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം. നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മളിവിടെ ആ മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് സ്കിപ്പ് ചെയ്തിട്ട് എടുത്തിരുന്ന മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. കാരണം നമുക്ക് അത്യാവശ്യം വലിയൊരു നമുക്കായിട്ടുണ്ട്. ഇനി ഓരോന്നിലും ഒരു SC വെച്ച് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് റൗണ്ടുകളുണ്ട്. ഇതുപോലെ കുറച്ച് നല്ല കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ നിൽക്കും. ഇനി ഈ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടി ഫെവിക്കോളിനകത്ത് മുക്കിയിട്ട് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തി പോകുന്നവർക്ക് വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇല്ലാത്തവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇനിയും 2 റൗണ്ടും കൂടി ഉണ്ട്, നമുക്കത് ചെയ്യുക. അപ്പോൾ മുമ്പേ ചെയ്തതുപോലെ തന്നെയാണ് ഇനിയുള്ള റൗണ്ടും വരുന്നത്. സെയിം ആണ് ഇനിയുള്ള റൗണ്ടും വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് 1 2 3 എണ്ണിയിട്ട് അതിലേക്ക് 3 DC ചെയ്യാം. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് DC, അടുത്ത DC, മൂന്നാമത്തെ DC. ഇവിടെ വരുമ്പോൾ 3 DC 2 ചെയിൻ അല്ല 4 DC 2 ചെയിൻ 4 DC. 3 എന്നുള്ളത് 4 ആക്കിയിട്ടുണ്ട്. 4 DC 2 ചെയിൻ 4 DC ഇൻക്രീസ് ആണ് ഇവിടെ. 4 DC 2 ചെയിൻ 4 DC. ഇനി നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഇങ്ങോട്ടുള്ള 3 സ്റ്റിച്ചിനകത്ത് 3 ഈ സ്റ്റിച്ചിൻ്റെ താഴെയായിട്ട് ഓരോ DC ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് കരോളിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. പുറത്തുകൂടെ ഓരോ ക്രിസ്മസ് കരോൾ പോകുന്ന ഒച്ചയാണ് ഈ കേൾക്കുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ മുകളിൽ നിന്ന് 3 എണ്ണം കൗണ്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് 3 തന്നെ എണ്ണിയിട്ട് ചെയ്യണം. അതൊക്കെ വരുമ്പോൾ 4 DC 2 ചെയിൻ 4 DC 2 3 4 2 ചെയിൻ. ഇവിടെ വരുമ്പോൾ 4 DC. നമുക്കിങ്ങനെ അപ്പോൾ നമുക്കിത് ഫുള്ളിങ്ങനെ ഒന്ന് ചെയ്ത് ആ ഒരു റോയും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് ഫിനിഷ് ആയിരിക്കുകയാണ്. നമുക്ക് ഇനി ഇതിങ്ങനെ ചെയ്ത് പോകാം. മുകളിൽ നിന്ന് 4 സ്റ്റിച്ച് താഴേക്ക് എണ്ണിയിട്ട് 4 DC ചെയ്തിട്ട് ഓരോ സ്റ്റിച്ചിനകത്തായിട്ടും ഓരോ DC വെച്ച് 4 DC ചെയ്തിട്ട് ഇതിനകത്ത് 4 DC 2 ചെയിൻ 4 DC ഇതിലും ചെയ്തിട്ട് പിന്നെ താഴേക്ക് 4 DC ചെയ്ത് അങ്ങനെ നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പം നമുക്ക് എത്ര വലിപ്പം വേണമെന്നനുസരിച്ച് നമുക്കിത് കൂട്ടിക്കൊണ്ടുവരാം. അപ്പം ഞാനിപ്പോൾ ഇതെന്തായാലും ഫിനിഷ് ചെയ്യുകയാണ്. അത്യാവശ്യം നീളമായി. അപ്പം ഇതിന് ഏറ്റവും താഴെ നമുക്ക് ഓരോ SC ചെയ്തിട്ട് നമുക്കിതൊന്ന് നീറ്റായിട്ട് അറ്റം ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് യാൺ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നിന്ന് യാൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുൾ SC ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും യാണൊന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫുൾ ഒരു SC ചെയ്തെടുക്കാം. എല്ലാ സ്റ്റിച്ചിലും SC ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഹോളിൽ നമുക്ക് 2 SC ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഫുൾ ഇതൊന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത് ചുറ്റും SC ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇത് ഫിനിഷ് ആയിരിക്കുകയാണ്. പിന്നെ ഈ നൂലൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് ഇതൊന്ന് നല്ലൊരു ഫെവിക്കോളിനകത്ത് മുക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബെല്ല് റെഡി ആയിട്ടുണ്ട്. ഇത് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിഫ് ആക്കിയതാണ്. അതിന്റെ കൂടെ ഒരു ബോയും കൊടുത്തിട്ടുണ്ട്. ഈ ബോയുടെ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കണം. അതിന്റെ കമന്റുകൾ വായിക്കണം. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് കാണുന്നത് വരയ്ക്കും ബൈ.